ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഗാർലിക് നാനും കോഫ്ത ഗ്രേവിയുമാണ്. പേര് കേട്ടതും പേടിക്കേണ്ട കേട്ടോ, വളരെ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാം. നാൻ ഉണ്ടാക്കുന്നതിനായി ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 1/4 കപ്പ് തൈരും 1 ടേബിൾ സ്പൂൺ ചതച്ച വെളുത്തുള്ളിയും ചേർത്ത് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചൊരു സോഫ്റ്റ് മാവ് തയ്യാറാക്കിയെടുക്കണം. അല്പം നെയ്യ് തടവി ഈ മാവ് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കണം. ഇതേ സമയം കോഫ്ത ഗ്രേവി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായി ഒരു പാനിൽ എണ്ണ ചൂടാക്കി 3 വറ്റൽ മുളകും 1 ചെറിയ കഷ്ണം പട്ടയും ചേർത്തിളക്കി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 ഉള്ളി ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സവാളയുടെ നിറം മാറുന്നതുവരെ വഴറ്റുക. നിറം മാറി വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും 2 തക്കാളി അരിഞ്ഞതും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കണം. തക്കാളി നന്നായി വെന്തു വന്നു. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കുമ്പോൾ പേസ്റ്റ് ആക്കിയെടുക്കാം. അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി തക്കാളി പേസ്റ്റ് ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ നന്നായി വഴറ്റണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് 3 മിനിറ്റ് വേവിക്കണം. മൂന്ന് മിനിറ്റിന് ശേഷം 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് തിളച്ചു വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് പാലും അതിൻ്റെ പാടയും അതായത് ക്രീമും ചേർത്തിളക്കി തിളയ്ക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കൈകൊണ്ട് ചെറുതായി പൊടിച്ച് ചേർത്ത് കൊടുക്കണം. അവസാനമായി ഇതിലേക്ക് കുറച്ച് പനീർ ഗ്രേറ്റ് ചെയ്തതും, ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, അല്പം മല്ലിയിലയും ചേർത്തിളക്കി ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ കോഫ്ത ഗ്രേവി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നാൻ തയ്യാറാക്കുന്നതിനായി നേരത്തെ കുഴച്ചു വെച്ച മാവ് ഒന്നുകൂടി കുഴച്ച് ചെറിയ ബോൾ പരുവത്തിലാക്കി പരത്തിയെടുക്കണം. ഇനി ഇത് ഒരു ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കണം. ഇതേ സമയം ഒരു ബൗളിലേക്ക് അല്പം മല്ലിയിലയും ചതച്ച വെളുത്തുള്ളിയും നെയ്യും ചേർത്ത് ഒരു മിക്സ് ഉണ്ടാക്കി ഈ മിക്സ് നാനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മറുവശം അല്പം വെള്ളം തടവി ചൂടായ തവയിലേക്ക് ഒട്ടിച്ച് വേവിക്കണം. ഒരിക്കലും നോൺ സ്റ്റിക്ക് തവ ഉപയോഗിക്കല്ലേ കേട്ടോ, അത് ഒട്ടിയിരിക്കില്ല. ചെറുതായി ബബിൾ വരുമ്പോൾ തവ തീയിലേക്ക് പിടിച്ച് ചെറിയ തീയിൽ ചുട്ടെടുക്കണം. ഇതുപോലെ ബബിളുകൾ വരും. ഇത് നോക്കി നല്ല പെർഫെക്റ്റായി ഞാൻ റെഡിയായി കിട്ടി. ഇതാ പുറകുവശവും നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക് യു.